രമേശ് ചെന്നിത്തലയുടെ മകൻ ഒരു അഭിപ്രായം പറഞ്ഞു. സത്യത്തിൽ അത് ഞെട്ടിക്കുന്ന അഭിപ്രായമാണ്. അച്ഛൻ്റെ ജീവനിലെ സുരക്ഷയിൽ ഞങ്ങൾക്ക് ഭയമുണ്ട്. വീട്ടിൽ ഇത് ചർച്ച ചെയ്യാറുണ്ട്. അങ്ങനെ ഇവിടെ സംഭവിച്ചിട്ടുമുണ്ട് പലർക്കും. വനം മാഫിയയെ പിടിക്കാൻ MP വീരേന്ദ്രകുമാർ മന്ത്രി തീരുമാനിച്ചപ്പോൾ 24 മണിക്കൂർ മാത്രമേ അദ്ദേഹത്തിന് അതിൻ്റെ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ മന്ത്രിസ്ഥാനത്തിന്. അതും നയനാർ ഗവൺമെന്റിൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ച നയനാർ ഗവൺമെന്റിൽ തൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഒരു മരം മോറും പാട്ടിൽ നിന്ന് മുറിക്കരുത് എന്ന് ഓർഡർ ഇറക്കി കറക്റ്റ് 24 മണിക്കൂർ ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ മന്ത്രിസ്ഥാനം തെറിച്ചു. LDF-ൽ നിന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് കൂടി കൃത്യമായി പറഞ്ഞു MP വീരേന്ദ്രകുമാർ രാജിവെക്കണം. അങ്ങനെ രാജിവെച്ചു. പിന്നെ അദ്ദേഹം മന്ത്രി ആയിട്ടില്ല. ചരിത്രത്തിൽ ഒരുപാട് സ്ഥലം വേറെ കിടപ്പുണ്ട്. ഇതുപോലെ കാട്ടുകള്ളന്മാരെ, കാട്ടുകൊള്ളക്കാരെ പിടിക്കാൻ കൃത്യമായി ഗഞ്ചാവ് കൃഷിക്കാരെയും ചന്ദനത്തടി മോഷ്ടിക്കുന്നവരെയൊക്കെ പിടിക്കാൻ ഉത്തരവിട്ടു എന്നതിൻ്റെ പേരിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വനം മന്ത്രിയായിരുന്നപ്പോൾ വലിയ ഭീഷണിയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന് സുരക്ഷ കൂട്ടുകയും ചെയ്തു. ജയറാം രമേശ് കോൺഗ്രസിൻ്റെ വളരെ പ്രധാനപ്പെട്ട പരിസ്ഥിതി രംഗത്ത് കൂടി കൃത്യമായി പരിശോധിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ഇന്ദിരാഗാന്ധിയുടെ പാരിസ്ഥിതിക നിലപാടുകളെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള പശ്ചിമഘട്ട വികസന പരിപാടിയുടെ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയെ വയ്ക്കാൻ താല്പര്യം കാണിച്ച വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ജയറാം രമേശ്. അദ്ദേഹം പരിസ്ഥിതി മന്ത്രി ആയിരുന്നപ്പോഴാണ് ഊട്ടിയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ പരിസ്ഥിതി പ്രവർത്തകർ അവതരിപ്പിച്ച പേപ്പറുകളെല്ലാം പ്രസൻറ്റേഷൻ കേട്ടിട്ട് അങ്ങനെയാണ് അദ്ദേഹം നേരെ പോയി മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വെക്കുന്നത്, ഡോക്ടർ മാധവ് ഗാഡ്ഗിലിൻ്റെ കമ്മിറ്റി വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ വളരെ ചരിത്രപരമായ കാര്യങ്ങളാണ്. ഇവിടെ അർജുൻ ആയങ്കിയെ പിടിക്കുമ്പോഴും അതുപോലെ തന്നെ 10,000-ഓളം ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു 3,000 പേര് ജയിലിൽ കിടക്കുകയാണ്. കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് കേരളത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ചെറുപ്പക്കാരും വിദ്യാർത്ഥികൾക്കും ആവശ്യം പോലെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അനുവദിച്ച ഒരു ഗവൺമെൻറ്റാണ് ഇവിടെ ഉണ്ടായിരുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ ഗഞ്ചാവിൻ്റെയും ലഹരി മരുന്നിൻ്റെയും ഹബ്ബായി കേരളം മാറിയെന്ന് കേന്ദ്ര ഗവൺമെൻറ് റിപ്പോർട്ട് വന്നിട്ട് പോലും പിണറായി വിജയൻ ഒരു കാര്യവും ചെയ്യാതെ അതിനെയൊക്കെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തത്. ജെൻസിയുടെ പേരിൽ ഇസഡ് ജെൻസി എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയോ കഥകൾ പറഞ്ഞിട്ട് കുട്ടികളെ വളരെ വലിയ തോതിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്തത്. പക്ഷെ അതിൽ നിന്ന് മാറി അദ്ദേഹം മന്ത്രി ആയിരുന്നില്ലാത്ത സമയത്തും, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രി ആയതിപ്പോഴാണ് രമേശ് ചെന്നിത്തല, ആവാതിരുന്ന സമയത്തും അദ്ദേഹം വളരെ കൃത്യമായി ചെയ്ത ഒരു പ്രവൃത്തിയാണ്. ആഭ്യന്തരമന്ത്രി ആകുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഹാക്കത്തോണുകളും മാരത്തോണുകളും ഒക്കെ സംഘടിപ്പിച്ച് വളരെ കൃത്യമായി ഒരു സമൂഹത്തെ മാറ്റിയെടുക്കാനുള്ള പ്രവർത്തനങ്ങളിൽ രമേശ് ചെന്നിത്തല ഏർപ്പെട്ടിരുന്നു. അപ്പോൾ ഇത് വളരെ 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 ഗുരുതരമായ 2-3 സാമൂഹ്യ വിഷയങ്ങളിലാണ് രമേശ് ചെന്നിത്തല കൊണ്ട് തലവച്ചിരിക്കുന്നത്. അതെല്ലാം അന്താരാഷ്ട്ര ഗൂഢാലോചനയും അന്താരാഷ്ട്ര ഗുണ്ടാ സംഘവും അന്താരാഷ്ട്ര മാഫിയകളും അന്താരാഷ്ട്ര പണ ഇടപാടുകളുമൊക്കെ ഉള്ള വലിയ സംവിധാനങ്ങളിലേക്കാണ് അദ്ദേഹം കൊണ്ട് കൈവച്ചിരിക്കുന്നത്. കൊട്ടേഷൻ സംഘങ്ങളുടെ കാര്യമായാലും അതുപോലെ തന്നെ ഇതുപോലത്തെ സംഭവങ്ങളായാലും നമുക്കറിയാം. ഇങ്ങനെ സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്, ആക്സിഡൻറ്റുകൾ സംഭവിക്കുക, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളിലുള്ള ചില ഇടപാടുകൾ, ഹോസ്പിറ്റൽ സ്വാധീനിച്ച് അസുഖമായി ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവിടെ സ്വാധീനിച്ച് ചെയ്യുന്ന ചില നമ്പറുകൾ, അങ്ങനെ ഇതെല്ലാം നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. സിനിമയിലൊക്കെയാണ് പലപ്പോഴും കാണുന്നത്. എനിക്കറിയാമെന്നുള്ള 1-2 പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, അതാരെന്നും എവിടെ വെച്ചൊന്നും ഇപ്പോൾ പറയുന്നില്ല, ലോറി ഇടിച്ച് മരിച്ചു പോയിട്ടുണ്ട്, ടിപ്പർ ലോറി ഇടിച്ച്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നു. അപ്പോൾ കേരളത്തിൽ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ വളരെ അനുഗ്രഹീതനായ വളരെ സമൂഹത്തെക്കുറിച്ച് ഇത്രയും ആകുലപ്പെടുന്ന ഒരാളിന് മാത്രമേ ഇത് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ. അല്ല, സാധാരണ ഒരു മന്ത്രിക്ക് അത് ചെയ്യാൻ കഴിയില്ല. വളരെ വലിയ ആകുലതയുള്ള ഒരാളിന് മാത്രമേ അത് ചെയ്യാൻ കഴിയൂ. കാരണം സിസ്റ്റത്തിൽ വന്നിരുന്ന് ആയാറാം കളിച്ച് കുറച്ച് ഷട്ടപ്പ് പുട്ടപ്പ് നോട്ടും ഒക്കെ എഴുതി കുറേ മീറ്റിങ്ങുകളിൽ നടത്തി കുറച്ച് പത്ര പരസ്യവും കൊടുത്ത് ബൈറ്റും കുറേ കൊടുത്ത് ഉരുട്ടി നല്ല വടിവൊത്ത ഷർട്ടും ഇട്ട് തേച്ച ഷർട്ടും ഇട്ട് ജുബയും അല്ലെങ്കിൽ ഷർട്ടും കതർ മുണ്ടും ഒക്കെ ഉടുത്ത് അങ്ങ് പോകാം. ആരും ഉപദ്രവിക്കത്തില്ല. എല്ലാവിധ സുഖ സൗകര്യങ്ങളും എന്താണോ വേണ്ടത് അതെല്ലാം
കൊണ്ടുതരാൻ ഒരു വലിയ ഭൃത്യന്മാരുടെ സംവിധാനമുണ്ട്. അവരുടെ സഹായത്താൽ സുഖമായിട്ട് ഓടും വണ്ടി. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി വളരെ കൃത്യമായി തനിക്ക് ഏറ്റവും കൂടുതൽ നല്ല ഉപദേശം നൽകാൻ കഴിയുന്ന ഹേമചന്ദ്രൻ IPS പോലുള്ള റിട്ടയർഡ് ആയിട്ടുള്ള ഹേമചന്ദ്രൻ IPSനെയും വിജയൻ IPSനെയും എല്ലാവരും ഇങ്ങനെ വളരെ കൃത്യമായി തലയിൽ വിവരവും ആളുതാമസവും സത്യസന്ധതയും അഴിമതി വിരുദ്ധരുമായിട്ടുള്ള ആളുകളെല്ലാം ഇടതുവശത്തും വലതുവശത്തും നിർത്തി വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ജീവന് ഭീഷണിയുണ്ടോ അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്നുള്ളൊരു മെസ്സേജ് മകൻ വന്ന് പറയുന്നു. അപ്പോൾ നമുക്കും ഒരു ഭയമുണ്ട്. കാരണം ഒരാളെ നമ്മൾ ഇല്ലായ്മ ചെയ്യണം എന്ന് വിചാരിച്ചാൽ, വൻ ശക്തികൾ വിചാരിച്ചാൽ അവർ ഏതെല്ലാം രൂപത്തിലാണ് പ്രവർത്തിക്കുക. അതൊരു ആക്സിഡൻറ്റോ അല്ലെങ്കിൽ ഒരു കൊലപാതകമോ ഒന്നും ആയിരിക്കണമെന്നില്ല. പല രൂപത്തിലും ഈ ശക്തികൾ പ്രവർത്തിക്കും. എന്തായാലും രമേശ് ചെന്നിത്തല കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഈ രാഷ്ട്രീയ ചരിത്രത്തിൽ, രാഷ്ട്രീയ ഭൂമികയിൽ, രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സംഭാവനയാണ് നൽകുന്നത്. വേറിട്ട സംഭാവനയാണ്. പക്ഷേ ഇങ്ങനെ സംഭാവനകളൊക്കെ നൽകുമ്പോഴും സമൂഹം ഇതെല്ലാം എൻജോയ് ചെയ്യും എന്നുള്ളതല്ലാതെ പിന്തുണയൊന്നും ഉണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ പിന്തുണ ഉണ്ടാകണം. അദ്ദേഹത്തിന് വലിയ പിന്തുണ കൊടുക്കണം. മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം ഈ 2 വിഷയങ്ങളിലും ചെയ്യുന്ന, അതായത് അർജുൻ ആയങ്കിയെ പോലുള്ള ഗുണ്ടകളെ പിടിക്കുന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു 100-300ഓളം ഗുണ്ടകളുടെ ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു കേൾക്കുന്നു. അവരെ പിടിക്കുമെന്ന് കേൾക്കുന്നു അടുത്ത ദിവസങ്ങളിൽ. അപ്പോൾ അവരുടെ കാര്യമായാലും അതുപോലെ തന്നെ ഓപ്പറേഷൻ തൂഫാനായാലും ഓപ്പറേഷൻ ഗ്രിപ്പ് എന്ന് പറഞ്ഞ അടുത്തൊരു പരിപാടി വരുന്നു. ഓപ്പറേഷൻ ഗ്രിപ്പ് ആയാലും അങ്ങനെ ഓരോ പരിപാടികളിട്ട് ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തന്നെ ചെയ്യപ്പെടുന്ന കുറേ പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയാണ് രമേശ് ചെന്നിത്തല ചെയ്യുന്നത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവന് സുരക്ഷ കൂട്ടണമെങ്കിൽ കൂട്ടേണ്ടത് തന്നെയാണ്. അത് ജീവന് സുരക്ഷ ഉണ്ടാകും, സുരക്ഷാ പേടി ഉണ്ടെന്നാണ് മകൻ പറയുന്നത്. വീട്ടിലുമൊക്കെ അച്ഛനും അമ്മയും എല്ലാം ഈ രമേശ് ചെന്നിത്തലയും ഭാര്യയും മക്കളും ഒക്കെ ഉണ്ടല്ലോ. അവർ കുടുംബമാണല്ലോ. അപ്പോൾ അവർക്കെല്ലാം ഒരു ആശങ്ക ഉണ്ട്. അച്ഛൻ അല്ലെങ്കിൽ ഭർത്താവ് ഇങ്ങനെ ഓടിയാൽ അത് എല്ലാവരെയും വിറപ്പിക്കുന്ന, കാരണം ചെറിയ ശക്തികളല്ല അവർ, വളരെ വലിയ ശക്തികളാണ്. അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളവരാണ്. വലിയ ലോബികൾ, അവരുടെ സാമ്പത്തിക ഇടപാടുകളാണ് നഷ്ടമാകുന്നത്. അപ്പോൾ കോടാനുകോടി രൂപ കിട്ടുന്ന സാമ്പത്തിക ഇടപാടുകൾ നഷ്ടമാകുന്ന ടീമിനെ സംബന്ധിച്ച് അവർ വെറുതെ ഇരിക്കില്ല. ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്, എവിടെ നിന്നാണ് ഇതിനകത്ത് മോട്ടിവേഷൻ പോകുന്നത്, എവിടെ നിന്നാണ് ഉത്തരവ് പോകുന്നതെന്നൊക്കെ അവർ കൃത്യമായി അന്വേഷിക്കും. അതിനുള്ള വർക്കൊക്കെ ചെയ്യാൻ അവർക്കറിയാം. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ ജീവനും സ്വത്തിനും ഭീഷണി ഉണ്ടാകാതിരിക്കണം. ഒരു ജീവസുരക്ഷ കൃത്യമായി ആവശ്യമുണ്ട്. ഞാൻ സൂചിപ്പിച്ച പോലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ജയറാം രമേശായാലും നേരത്തെ പല ആളുകൾക്കും ഇത്തരത്തിലുള്ള പല പ്രതിസന്ധിയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പ്രതിസന്ധി രമേശ് ചെന്നിത്തലയ്ക്ക് വരാതിരിക്കട്ടെ. സർക്കാർ വളരെ സുരക്ഷിതമായ വളരെ സുരക്ഷിതമായ ഗാർഡ് കൊടുക്കണം, അല്ലെങ്കിൽ ഗൺമാനെയും മറ്റ് സംവിധാനവും ഒക്കെ കൊടുക്കണം. തോക്കം കൊണ്ട് നടക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും വളരെ കൃത്യമായ സുരക്ഷാ സംവിധാനം ഒരുക്കണം. അദ്ദേഹത്തിന് അതുപോലെ പൊതുജന സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടേണ്ട ആ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ടോ എന്നറിയില്ല. നല്ല സപ്പോർട്ട് കൊടുക്കണം. തീർച്ചയായിട്ടും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ഒരു സമൂഹത്തെ തിരുത്തുവാനുള്ള പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിക്ക് മുഖ്യമന്ത്രിയുടെയും കൂടി വലിയ സപ്പോർട്ടും മൗനാനുവാദമുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടി ജോയിൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു വളരെ വലിയ ഒരു മെഗാ പ്രോജക്റ്റാണിത്. അതിലേക്ക് നമ്മുടെ വീട്ടിനകത്തുള്ള മാലിന്യം വലിച്ചെറിഞ്ഞില്ലെന്നോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിനകത്തുള്ള ഇതുപോലത്തെ മാലിന്യങ്ങൾ വീട്ടിനകത്ത് കയറ്റിയില്ലെന്നോ, ലഹരി വസ്തുക്കൾ വീട്ടിൽ കയറ്റിയില്ലെന്നോ എന്നുള്ളതല്ല. നമ്മുടെ സമൂഹത്തിലാകെ ഈ മാലിന്യം ഇല്ലാതിരിക്കാൻ, ലഹരി വസ്തു എന്ന ഒരു മാലിന്യം ഒരിടത്തും ഇല്ലാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഗവൺമെൻറ് നോക്കുന്നത്. അതിൽ എല്ലാവിധ സപ്പോർട്ടും നമുക്ക് കൊടുക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവനും സ്വത്തിനും എല്ലാം എപ്പോഴും വലിയ സുരക്ഷയാണ് വേണ്ടി വരുന്നത്. അതാദ്യം ജീവനാണ് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുകൂടി കർക്കശമാക്കിയാലും തെറ്റില്ല. അതിനാവശ്യമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് വളരെ കൃത്യമായിട്ടുള്ളൊരു പ്രവർത്തനമാണ്. മകൻ്റെ ആശങ്ക നമുക്ക് മുഖവിലക്കെടുക്കണം, കേൾക്കാതിരിക്കുന്നുകൂടാ. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ചീഫ് സെക്രട്ടറിയും എല്ലാവരും ഇത്തരം വിഷയങ്ങൾ വളരെ ഗൗരവമായി എടുക്കണം. DGPയും ഒക്കെ ഇതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് അധികൃതരോടുള്ള അഭ്യർത്ഥന.